സുപ്രസിദ്ധ ഇടതു നിരീക്ഷകനായിരുന്ന സഖാവ് റെജി ലൂക്കോസ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് നിരീക്ഷക സ്ഥാനവും ഉപേക്ഷിച്ച് BJP-യിൽ ചേക്കേറി വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് മറ്റൊരു നിരീക്ഷകനായിരുന്ന BN ഹക്സറിനെ, ഹക്സർ എന്നാണോ ഹസ്കർ എന്നാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ഹസ്കർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെയും നിരീക്ഷക ജോലിയിൽ നിന്നും പാർട്ടി ഒഴിവാക്കി. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതിനെ കുറിച്ച് അത്ര അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ നടത്തി എന്നുള്ളതാണ് പുള്ളിക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ പിണറായി വിജയനെയൊക്കെ വിമർശിക്കാൻ ഈ ഹസ്കർ ആരാണ് എന്നാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ഇപ്പം അന്വേഷിക്കുന്നത്. ഹസ്കർ പാർട്ടി നിയോഗിച്ച ഒരു നിരീക്ഷകനല്ലെന്ന് അദ്ദേഹം ഇങ്ങനെ ചാനലുകളൊക്കെ വലിഞ്ഞു കയറി ചെന്ന് ഞാൻ നിരീക്ഷകനാണ് എന്നെ വിളിക്കണേ എന്ന് അപേക്ഷിച്ച് ഈ സ്ഥാനം കൈപ്പറ്റിയിട്ടുള്ള ആളാണ് എന്നുമാണ് ഇപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിരീക്ഷകന്മാരും പാർട്ടി തമ്മിൽ യാതൊരു ബന്ധമില്ല. പാർട്ടി വേറെ, നിരീക്ഷകന്മാർ വേറെ, പള്ളി വേറെ, സ്രാമ്പി വേറെ. ഇങ്ങനെ ഒരു ചൊല്ലി ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇതുകൂടാതെ വേറെ ഉണ്ട്, ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏതായാലും നിരീക്ഷകന്മാരും പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. പാർട്ടി വേറെ, നിരീക്ഷകർ വേറെ. നിരീക്ഷകരെ പാർട്ടി നിയോഗിച്ച് അയക്കുന്നതല്ല, പാർട്ടി അവർക്ക് ക്യാപ്സൂളുകളും കൊടുക്കുന്നില്ല. അവർ തന്നിഷ്ടപ്രകാരം പാർട്ടിയെ സംരക്ഷിക്കാനെന്ന വ്യാജേന ഈ ചാനലുകളൊക്കെ കയറി നിരക്കുന്നവരാണ് എന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ ദിവസം സഖാവ് MV ജയരാജൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ട്, ജയരാജൻ സഖാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഇടത് നിരീക്ഷകർ എന്ന് പറയുന്ന ആളുകളൊന്നും പാർട്ടിയെ നിയോഗിക്കുന്നവരല്ല, അവർ സ്വയമായിട്ട് എടുത്തണിയുന്ന ഒരു മേലങ്കിയാണ് ഇത്. പുള്ളി എടുത്തു പറഞ്ഞ ഒരു പേര് എൻ്റെയാണ്. ശ്രീ ജയരാജൻ എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ഗുണകാംക്ഷിയാണ്. വ്യക്തിപരമായിട്ട് എന്നോട് വലിയ സ്നേഹവും താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞാണ് എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഒരിക്കലും ഇടത് സഹയാത്രികൻ എന്നോ ഇടത് നിരീക്ഷകൻ എന്നോ ലേബലിൽ ഒരു ചാനലിലും ഒരിക്കലും ഹാജരായിട്ടില്ല. എൻ്റെ പേരിന് താഴെ ഒരിക്കലും ഇടത് നിരീക്ഷകൻ എന്നോ ഇടത് സഹയാത്രികൻ എന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ സഹയാത്രികനല്ല, പാർട്ടി മെമ്പറാണ്. എത്രയോ കൊല്ലമായിട്ട് പാർട്ടി മെമ്പറാണ്. നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന ആളാണ്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സഹയാത്രികൻ എന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. ഞാൻ മെമ്പറാണ്. പക്ഷെ ഞാൻ പാർട്ടിയെ പ്രതികരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതികരിച്ചിട്ടല്ല ചർച്ചയ്ക്ക് പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന തൂലികാനാമത്തിൽ ഒരു ചാനലിൽ അപ്പിയർ ചെയ്ത ആദ്യത്തെ ആൾ ഞാൻ. അന്ന് ഈ ചാനലുകളൊക്കെ തുടങ്ങുന്ന സമയമാണ്, ഇന്ത്യ വിഷൻ ചാനലുള്ള കാലത്ത്. വെറുതെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് എഴുതി കാണിച്ചാൽ പോരില്ല, അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു വിശേഷണം വേണമല്ലോ എന്ന് വിചാരിച്ച് ആ ഇന്ത്യ മിഷൻ്റെ PCR ഇരിക്കുന്ന ആരോ എഴുതി ചേർത്ത പേരാണ്, എഴുതി ചേർത്ത സ്ഥാനപ്പേരാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. അല്ല, ഞാൻ വലിയ നിരീക്ഷകനായതുകൊണ്ടല്ല, അങ്ങനെ കിട്ടിയ ഒരു ബിരുദമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ളത്. ഇടത് നിരീക്ഷകനായിട്ടോ ഇടത് സഹയാത്രികനായിട്ടോ CPI സഹയാത്രികനായിട്ടോ പോലും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ പാർട്ടി മെമ്പറാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ അസ്കറിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരിക. ഈ അസ്കറിനെ എനിക്കറിയാം. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. ആർക്കും ഒരു ഉപദ്രവത്തിനോ വഴക്കിനോ വക്കാടത്തിനോ പോകുന്ന ആളല്ല. ശുദ്ധഭാവമാണ്. ഞാൻ അദ്ദേഹത്തെ ഹൈക്കോടതിയിൽ വെച്ച് 2-3 തവണ കണ്ടിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. സാധാരണ മാർക്സിസ്റ്റുകാർക്കാണെന്ന് ഒരു ധാർഷ്ട്യമോ പുച്ഛമോ അഹങ്കാരമോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല, മസിൽ പിടുത്തവുമില്ല. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെ ഈ ഇടത് നിരീക്ഷകനായി മാറി. ഇടത് നിരീക്ഷകരുടെ സ്ഥായി ഭാവമായ പുച്ഛമോ പരിഹാസമോ നിന്ദയോ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ലല്ലോ. പുള്ളി അങ്ങനെ ഇതിനകത്ത് പിടിച്ചു നിൽക്കും. അതിന് എത്ര നാളായി പുള്ളിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ സംശയിച്ചു. ഇപ്പം അദ്ദേഹത്തെ നിരീക്ഷക സ്ഥാനം രാജിവെച്ചു എന്നാ പറഞ്ഞു. ഈ നിരീക്ഷക സ്ഥാനം എങ്ങനെ രാജിവെക്കും എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് K. കരുണാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞ പോലെ. ക്ഷണിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷണിച്ചാൽ പോകുന്ന ആൾ എന്നാണ്. ക്ഷണിച്ചില്ലെങ്കിൽ പോകാൻ പറ്റുകയില്ല. അപ്പോൾ ക്ഷണിതാവിന് ആ സ്ഥാനം രാജിവെക്കാനും പറ്റുകയില്ല. കാരണം പുള്ളിയെ വിളിച്ചാൽ മാത്രം പോകേണ്ട ഒരാളാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ അദ്ദേഹം നിരീക്ഷക ജോലി രാജിവെച്ചു. സ്റ്റേറ്റുകാരും മറ്റ് സംവിധാനങ്ങളൊക്കെ തിരിച്ചേൽപ്പിച്ചു. ഇതുവരെ കിട്ടിയ പൈസയും പാർട്ടി ഖജനാവിലേക്ക് തിരിച്ചടച്ച് റെസീറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. തമാശയായിട്ടാണ് എങ്കിൽ പോലും ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഹസ്കറിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആൾ ഇത്ര കുസൃതിക്കാരനാണെന്ന് തോന്നുകയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, ആൾ തമാശക്കാരനാണ്, രസികനാണ്.
അത്യാവശ്യം ഒരു പിടിക്കൊക്കെ ഉള്ള മരുന്ന് പുള്ളിയുടെ കയ്യിലുണ്ട്. ഇദ്ദേഹം ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു സാധു മനുഷ്യനാണെന്ന് മാത്രമല്ല, ചർച്ചയിൽ വന്നാലും വളരെ മാന്യമായിട്ട് സഭ്യമായിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, പക്ഷെ പാർട്ടി പുള്ളിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അദ്ദേഹത്തോട് ഇനി മേലിൽ പാർട്ടിയുടെ ചുമതലപ്പെടുത്തിയ നിരീക്ഷകൻ എന്ന പേരിൽ പോകാൻ പറ്റുകയില്ല. പാർട്ടി സഹയാത്രികൻ എന്ന ഒരു മേലങ്കി എടുത്ത് അണിയാൻ പറ്റുകയില്ല. പറ്റുമെങ്കിൽ ചാനലുകാരെ വിളിക്കുകയാണെങ്കിൽ സ്വതന്ത്ര നിരീക്ഷകൻ എന്ന രീതിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടി പറയുന്നത്. പുള്ളി പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ പാർട്ടിയും പുള്ളിയും തമ്മിലുള്ള പ്രശ്നം ഇതോടെ തീർന്നു എന്ന് വേണം വിചാരിക്കാൻ. ഏതായാലും ഹസ്കറിന് കൊല്ലം ജില്ലയിലായതുകൊണ്ട് തടി രക്ഷപ്പെട്ടു. ഇതുപോലെ കണ്ണൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ 51 52 നമ്മൾ പിന്നെ എണ്ണി തീരുമാനിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഏതായാലും തടി രക്ഷപ്പെടുത്തിയതിന് നമ്മുടെ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാലും മാർക്സിസ്റ്റുകാരനായിട്ട് തുടരാനായിട്ട് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ആകാനായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗത്വം നിർബന്ധമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസിലോ BJPയിലോ മുസ്ലിം ലീഗിലോ ഏതെങ്കിലും ഒരു കണ്ടപത്രാതിയിൽ ചേരാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. പുള്ളി ഇനിയും ഇടതുപക്ഷക്കാരനായിട്ട് തുടരും. സത്യത്തിൽ ഭാസ്കറിനെ പോലെയുള്ള ആളുകളുടെ നമ്മുടെ നാടിന് ആവശ്യം. ഇടതുപക്ഷക്കാരാണെങ്കിലും വലതുപക്ഷക്കാരാണെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ, ഇത് തെറ്റാണ് എന്ന് ഉറക്കം പറയാൻ കഴിവുള്ള ആളുകൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാതെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ അടക്കമുള്ള തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് തുടർന്നും കഴിയട്ടെ, ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടുതൽ ഉറച്ച സ്വരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ സുഹൃത്തിന് എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു.